ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഞാൻ റെയ്ഹാനയാണ്. എന്നോട് ചോദിക്കുകയാണേ, എത്ര കാലം സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് പോലും ഉണ്ടായിട്ടില്ലാത്ത ആൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് നിന്ന് സംസാരിക്കാനൊക്കെ ഉള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന്. എനിക്കൊരു എക്സ്പീരിയൻസും ഇല്ല സോഷ്യൽ മീഡിയയിലൊന്നും. പക്ഷേ ഒരു 20 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ആസ് എ മദർ. മക്കളെ വളർത്തിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിട്ടും അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എങ്ങനെ മനസ്സിനെയും അതുപോലെ നമ്മുടെ കഴിവുകളെയൊക്കെ പാകപ്പെടുത്താൻ വേണ്ടി പണിയെടുത്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ്. ഏകദേശം 38-ാമത്തെ വയസ്സിലൊക്കെ കരിയർ റീസ്റ്റാർട്ട് ചെയ്യുക, പഠനം പൂർത്തിയാക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സീറോ കോൺഫിഡൻസിൽ നിന്ന് ഒരു പീക്ക് ലെവൽ കോൺഫിഡൻസിലേക്ക് എത്തിയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ്. അതുപോലെ ഒരുപാട് ആളുകൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള ആ ഒരു പോസിറ്റിവിറ്റിയും ആ ഒരു സൊല്യൂഷനൊക്കെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു കോൺഫിഡൻസ്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇതുപോലെ സംസാരിക്കാനുള്ള ഒരു ധൈര്യത്തിലേക്കൊക്കെ എത്തിച്ചിട്ടുള്ളത്. കുറച്ചുകൊണ്ട് നിശ്ചയം പോലെയാണ് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ചെറുതിൽ എൻ്റെ ഫാദർ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയപ്പം വളരെയധികം ഒറ്റപ്പെട്ടു പോയിട്ടുള്ള, പ്രോത്സാഹിപ്പിക്കാൻ ആളില്ലാതെ, അല്ലെങ്കിൽ നമ്മൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഇല്ലാത്ത ഒരു സമയത്തൊക്കെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഉമ്മാൻ്റെ കണ്ണീരെങ്ങനെ മാറ്റണം, എൻ്റെ ഉമ്മാനെ എങ്ങനെ ഹാപ്പി ആക്കണം എന്ന് ആലോചിച്ചിട്ടാണ് വളരെ നന്നായിട്ട് പഠിക്കാൻ ഞാൻ തീരുമാനിച്ചത്. വളരെ ആക്റ്റീവായിട്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആ ഒരു കാലഘട്ടം ഒക്കെ കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. പടച്ചവൻ്റെ ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെവിടെ എത്തണമെന്ന് കൃത്യമായിട്ടുള്ള ആ ഒരു യുക്തി ഉണ്ടല്ലേ. അപ്പോൾ ഇപ്പം ഞാനൊരു വായിച്ചതായിരുന്നു, സ്റ്റീവ് ജോബിലെ നമ്മുടെ ആപ്പിളിൻ്റെ CEO. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നമ്മളിങ്ങനെ കുത്തുകൾ യോജിപ്പിച്ച് ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഒരു കുത്തിൽ നിന്ന് അടുത്ത കുത്തിലേക്ക് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് വരയ്ക്കുന്നത് എന്നത് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് പെയിൻസ്, റിജക്ഷൻസ്, ഇൻസൾട്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ മുട്ടിച്ച് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല അല്ലേ എന്താണ് നടക്കുന്നതെന്ന്. പക്ഷേ കുറച്ചൊന്ന് മുന്നോട്ട് പോയിട്ട് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അതിസുന്ദരമായിട്ടുള്ള ഒരു പിക്ചറായിരുന്നു നമ്മൾ വരച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പിയാണ്. നമ്മളെ തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പരീക്ഷണങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച, നമ്മുടെ ഏറ്റവും നല്ല വെർഷനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പടച്ചോൻ്റെ കൃത്യമായിട്ടുള്ള ഒരു യുക്തിയായിരുന്നു അവിടെ നടന്നത് എന്ന്, എത്രയും സുന്ദരമായിട്ടുള്ള ഒരു പിക്ചറായിരുന്നു അതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതാണ് എൻ്റെ ധൈര്യം. ഇവിടെ മറ്റുള്ളവരോടൊന്നും സംസാരിക്കാൻ പറ്റുമ്പോൾ ഒരുപാട് ആളുകളെ എങ്ങനെ സീറോ കോൺഫിഡൻസിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. പിന്നെ ഇങ്ങനെ വർത്തമാനം പറയാമെന്ന് പറഞ്ഞത് എൻ്റെ ഒരു ഹോബിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യ്. എല്ലാവർക്കും ഫോളോ ചെയ്ത് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. സീ യു അഗൈൻ.